ഇനി വാമ്പയർ ഏലിയൻസിന്റെ വീക്ക്നെസ് ഏതൊക്കെയെന്ന് നോക്കിയാൽ നല്ല സൺലൈറ്റും ഭയങ്കരമായ ചൂടും കുറച്ചു സമയം പോലും ഇവർക്ക് താങ്ങാനാവില്ല എന്നത് കൂടാതെ അത് ഇവരുടെ കറപ്റ്ററാസിനെ നശിപ്പിക്കുകയും കൺട്രോൾ ചെയ്തിരുന്നവരെ ഫ്രീ ആക്കുകയും ചെയ്യും. അത്ര വലിയ ഡ്യൂറബിലിറ്റി ഇല്ലാത്ത ഇവരുടെ കറപ്റ്ററാസിനെ കുറച്ച് ശക്തിയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ പറ്റുമെന്നത് കൂടാതെ നനഞ്ഞതും സ്ലിപ്പറിയുമായ സ്കിന്നുള്ളവരെയും ഇൻടാഞ്ചിബിലിറ്റി പവേഴ്സ് ഉള്ളവരെയും കൺട്രോൾ ചെയ്യാനും ഇവർക്കാവില്ല. കൂടാതെ ഓരോ ക്ലോൺസിനും ഓരോ സ്വഭാവമുള്ള ഡിറ്റോ ഏലിയൻസിനെ കൺട്രോൾ ചെയ്യാനോ അവരെ പോലെ ക്ലോൺസ് ആവാനോ പറ്റാത്ത കറപ്റ്ററാസിന് സ്വന്തം കൂട്ടത്തിലെ സ്ട്രോങ് മൈൻഡ് ഉള്ളവരെയും സൈബോർഗിനെ പോലത്തെ എക്സോസ്കാൽ ബീയിങ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവരുടെ എക്സ്പ്ലോഷൻ പവേഴ്സ് ഇവരുടെ ശത്രുക്കളെ ഡിഫീറ്റ് ചെയ്യുമെങ്കിലും അത് ഇവരുടെ കൂടെയുള്ളവരെ തന്നെ ബാധിക്കുകയും വലിയ അപകടമുണ്ടാക്കുകയും ചെയ്യുന്നതും ഒരു വീക്ക്നെസ് തന്നെയാണ്. ആസിഡിനോടും ടോപ്പിക് ഏലിയൻസിനോടും വീക്ക്നെസ്സും വെളുത്തുള്ളിയുടെ അലർജിയുമുള്ള ഇവരെ ഗോസ്റ്റ് ഫ്രീ ഏലിയൻസിനെ പൊസസ് ചെയ്യാനും പറ്റുമെന്നത് കൂടാതെ ഇവർ സെലസ്റ്റിയൽ സാപ്പിയൻസിന്റെ ലൈഫ് ഫോഴ്സിനെ അബ്സോർബ് ചെയ്താലും ഇവർക്ക് കോസ്മിക് പവർ ബൂസ്റ്റ് കിട്ടുന്നതിന് പകരം ഒരു എനർജി ഡ്രിങ്ക് കുടിച്ച ഫീൽ മാത്രമേ കിട്ടൂ. കൂടാതെ കൺവെൻഷണൽ സെൻസിൽ ഒന്നുമല്ലാത്ത ഗോസ്റ്റ് ഫ്രീ ഏലിയൻസിന്റെയും ലൈഫ് ഫോഴ്സ് ഇല്ലാത്ത ഹ്യൂമൻ സോംബീസിന്റെയും ലൈഫ് ഫോഴ്സ് അബ്സോർബ്